വഴിയോര കച്ചവടക്കാരന്റെ കട കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയതായി പരാതി. കഴക്കൂട്ടം തമ്പുരാൻമുക്കിലെ വഴിയോര കച്ചവടക്കാരനായ ഉദയൻ എന്ന വയോധികന്റെ പെട്ടിക്കടയിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. കടം വാങ്ങിയ കാശുകൊണ്ട് കെട്ടിപ്പൊക്കിയ ചെറിയൊരു കടയിലൂടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഉദയന് ഇരുട്ടടിയായി വീണ്ടും സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം നേരിട്ടിരിക്കുകയാണ്. അതും തുടർച്ചയായ മൂന്നാം തവണ. രാവിലെ കച്ചവടത്തിനായി കടക്കരികിലെത്തിയ ഉദയനെ കാത്തിരുന്നത് തകർന്നു കിടക്കുന്ന പൂട്ട് മാത്രമല്ല, തന്റെ അധ്വാനത്തിന്റെ ബാക്കി പത്രങ്ങൾ കൂടിയായിരുന്നു. രാത്രിയുടെ മറവിലെത്തിയ മോഷ്ടാക്കൾ കട പൂർണ്ണമായും കുത്തിപ്പൊളിച്ചാണ് അകത്ത് കടന്നിരിക്കുന്നത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന സിഗരറ്റ് സാധനങ്ങളും കച്ചവടത്തിൽ നിന്നും ലഭിച്ച പണവുമടക്കം ഏകദേശം 25,000-ലധികം രൂപയുടെ നഷ്ടമാണ് ഈ വയോധികന് 3 തവണ നടന്ന മോഷണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ദിവസേന ലഭിക്കുന്ന ചെറിയ ലാഭവിഹിതം കൊണ്ട് മാത്രം കുടുംബം പുലർത്തുന്ന ഒരു തെരുവ് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ തുക ഒരു വലിയ കടക്കെണിയിലേക്കുള്ള വാതിൽ കൂടിയാണ്. ഏറ്റവും ഗൗരവകരമായ വിഷയം ഈ മോഷണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ്. ഉദയന്റെ കടയിൽ ഇത് 3-ാം തവണയാണ് മോഷണം നടക്കുന്നത്. ഒരു വ്യക്തിയെ തന്നെ ലക്ഷ്യം വെച്ച് ആവർത്തിക്കപ്പെടുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് പ്രദേശത്തെ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിലേക്കാണ്. യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാത്ത വഴിയോര കച്ചവടക്കാരുടെ കടകൾ ഇത്തരം മോഷ്ടാക്കൾക്ക് വളരെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാൻ സാധിക്കുന്ന ലക്ഷ്യങ്ങളാണ്. തങ്ങൾക്ക് നേരെ നിയമത്തിന്റെ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്ന ധൈര്യമാണ് വീണ്ടും വീണ്ടും ഒരേ കടയിൽ തന്നെ മോഷണം നടത്താൻ ഈ അക്രമികൾക്ക് കരുത്താകുന്നത്. വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിലും വിശ്രമിക്കാതെ പണിയെടുക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെപ്പോലും തകർക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. കഴിഞ്ഞ മാസം ചെയ്ത് ഈ പുറത്ത് അടിച്ചു പൊളിച്ച് 4,000 രൂപ സിഗരറ്റ് എടുത്തുണ്ട്. അതെടുത്തിട്ട് പിന്നെ ഞാൻ അതൊക്കെ പോട്ടെന്ന് ഞാൻ ഗ്യാസും കൊടുത്തിട്ട് ഒന്നിനും പോയില്ല. പോയത് പോട്ടെന്ന് ഞാൻ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഈ മാസം കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഒരു സാധനം വാങ്ങിച്ച് 15,000 രൂപ സാധനം വാങ്ങിച്ച് കൊണ്ടുവച്ച് ഉച്ചയ്ക്ക് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ വൈകുന്നേരം കട പൂട്ടി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ച് കടവാക്കാൻ അതുപോലെ വീണ്ടും തുറന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ ഷീറ്റ കുത്തി പൊളിച്ചുകൊണ്ട് ഞാൻ ഇതിനകത്താണ് വെച്ചോണ്ടിരുന്നത്. അപ്പോൾ അവിടെ കടം കയറി ഇവിടെ വെച്ചോണ്ടിരുന്നു. അപ്പം ഇത് കുത്തി പൊളിച്ച് അതും എടുത്തോണ്ടിരുന്നു. ഇത് ഞാൻ ഈ പൈസ മുടക്കി ഇപ്പോൾ 25,000 കടം വാങ്ങിച്ച് ഇതൊക്കെ മുടക്കി ഇപ്പോൾ വീണ്ടും വാങ്ങിച്ച് ഒരു 5,000 രൂപ സിഗരറ്റും ഇതൊക്കെ കൂടെ വാങ്ങിച്ചു. അത് സിഗരറ്റ് 5,000 രൂപ വാങ്ങിച്ച് ഒന്നും ആവില്ല. ഒരുപാട് സിഗരറ്റ് 250 രൂപയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവച്ച് വെച്ചിട്ട് ഇന്നലെ 2 ദിവസം കച്ചവടം 2 ദിവസമാണ്. എന്നിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ പോയിട്ട് രാവിലെ 6:15 തൊള്ളായിരം വന്നപ്പോൾ ഇതാണ് ഇതിനകത്ത് മുട്ടായി സാധനങ്ങളും എല്ലാം കൊണ്ട് പൈസയും എല്ലാം കൊണ്ട്. അപ്പോൾ ഒരാളുടെ പൈസ മറിച്ച് ഒരാളുടെ പൈസ തന്നാൽ ഇവിടെ കൊണ്ട് വെച്ചിരുന്നു. നാളെ രാവിലെ പോകുമ്പോൾ എടുക്കാൻ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ വെച്ചു. അപ്പോൾ ഇത് തുറക്കൊന്നും എനിക്ക് അറിഞ്ഞില്ല. ഇതിനകത്ത് തുറക്കുന്ന കാര്യം എനിക്ക് അറിഞ്ഞില്ല. അതും എല്ലാ ആഴ്ചയും. ഇതിനു മുമ്പം കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി അതിന് മുമ്പ് അത് പൈസ ഇല്ല. അത് സിഗരറ്റ് മാത്രമേ ഉള്ളൂ. അന്ന് സിഗരറ്റ് മാത്രമേ എടുത്തുള്ളൂ. ഇന്നിവിടെ മുട്ടായി എല്ലാം പണിക്കുണ്ട്. വാർഡിന്റെ മുട്ടായി ഒക്കെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കഴിഞ്ഞ അങ്ങേ വ്യാഴാഴ്ചയല്ലേ അങ്ങേ വ്യാഴാഴ്ച ചെയ്ത് ഞാൻ കട അടച്ചിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് 25,000 കടം വാങ്ങിച്ച് ഞാൻ ഇവിടെ കൊണ്ട് ഈ ഷീറ്റൊക്കെ ഇട്ടു. ഈ ഷീറ്റൊക്കെ ഇട്ട് തിങ്കളാഴ്ച ആളെ കൊണ്ടുവന്ന് ഇട്ട് അത് കഴിഞ്ഞ് 2 ദിവസം കച്ചവടം ചെയ്തു. ഒരു സാധനം 5,000 രൂപ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വെച്ച് ഇവിടെ കൊണ്ട് കച്ചവടം ചെയ്തു. അതെല്ലാം പൈസയും ഇതെല്ലാം സിഗരറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒരാളുടെ വേറൊരാളുടെ പൈസ കടച്ചു വച്ചു അങ്ങനെ കൊണ്ട് തന്നു. അത് ഞാൻ ഇന്നലെ വാങ്ങിച്ച് ഇവിടെ വെച്ച് ഞാൻ രാവിലെ പോയി എടുക്കാൻ പറ്റില്ല. 10 മണിയാകുമ്പോൾ പോയി എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് വെച്ച് അത് 10 വർഷം. സംഭവത്തിൽ ഉദയൻ കഴക്കൂട്ടം പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. CCTV ക്യാമറകളുടെ അഭാവവും വെളിച്ചമില്ലാത്ത ഇടവഴികളും ഇവർക്ക് വലിയ തോതിൽ സഹായകരമാകുന്നുണ്ട്. കുറ്റവാളികളെ എത്രയും വേഗം കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രാത്രികാല പരിശോധനകൾ കർശനമാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് 18 കഴക്കൂട്ടം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.